അവൻ ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ. അനുഭവിച്ചവർ ചേർന്ന് പാടിക്കേ. ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും നമ്മെ മോടി മറച്ചില്ലേ. കൺമണി പോൽ അനുഭവിച്ചവരല്ല കരങ്ങളും ഉയർത്തേ. ഇരു കരങ്ങളും ഉയർത്തി പിടിച്ച് ആരാധന 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 യേശുവിന് ആരാധന ആരാധന ആരാധന. ഒരിക്കൽ കൂടെ അവസാനമായി ചേർന്ന് ആരാധന ആരാധന ആരാധന. അല്പനിമിഷങ്ങളെ കരങ്ങളെ തട്ടിക്കൊണ്ട് ദൈവത്തിനൊന്ന് ആരാധന കൊടുത്താട്ടെ. ഉന്നം വെച്ച വൈരിയുടെ നടുവിൽ അവൻ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഇന്നലകളിൽ പരിപാലിച്ച നല്ല കർത്താവിന് കരങ്ങളെ ചേർത്തടിച്ച ധരങ്ങൾ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുത്ത്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. നിങ്ങളുടെ നാവായി അടിയനെ ഇവിടെ നിർത്തണം. നിങ്ങളുടെ ശബ്ദമല്ലാതെ യാതൊന്നും അടിയന്റെ നാവിൽ നിന്ന് പുറപ്പെടരുത്. ഒരുപോലെ ഞങ്ങളോട് മിണ്ടണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. വേഗത്തിലെടുത്ത ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 15 and 28. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും അതിന്റെ 28-ാമത്തെ വാക്യവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദേവനാരാണ്? നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദേവനാരാണ്? Who is able to deliver you from my hands is Nebuchadnezzar asking. മൂന്ന് ചെറുപ്പക്കാരെ തന്റെ കരവലയത്തിനകത്ത് പിടിച്ചിട്ട് നെബൂഖദ്നേസർ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവം വല്ലതും നിങ്ങൾക്കുണ്ടോ എന്ന്. Three young Jewish men are held by Nebuchadnezzar and asking them, is there a God who can deliver you from my hands? നെബൂഖദ്നേസർ 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉണ്ട്. ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോബിനും ഒരു ദൈവമുണ്ട്. അവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. In verse 28, Nebuchadnezzar himself says that there is a God of Shadrach, Meshach and Abednego who has sent his angel and who can deliver them. ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ ഒരു ദൂത് കൈമാറുകയാണ്. സത്യമായും നമുക്കൊരു ദൈവമുണ്ടെന്ന്. In reality there is a God who can deliver us. Is a message for you and me. നീ ആരാധിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയാണ്. We are worshiping a living God. നിന്റെ പ്രാർത്ഥനകളെ മറികടന്നു പോകാത്ത, നിന്റെ കണ്ണുനീരുകളെ മറികടന്നു പോകാത്ത, നിനക്ക് വേണ്ടി അഗ്നിജ്വാലയുടെ നടുവിൽ പോലും ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞ് വിടിവിപ്പാൻ കരുത്തുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുക്കൂ. If you believe that you have a God who can deliver you, answering your prayer even to come in midst of fiery situation, give your clap offering to the Lord. സമയം നമ്മുടെ മുൻപിൽ അധികമില്ലാത്തത് കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞോടി പോകാം. Because we do not have much time, let me give this message in a very capsule form. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്ത് വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. We read that certain Chaldeans came and accused the Jewish people. ആരെ കുറ്റപ്പെടുത്തിയെന്ന് അറിയാമോ? യഹൂദന്മാരെ കുറ്റപ്പെടുത്തി. They accused the Jewish people. ആരെ കുറ്റപ്പെടുത്തിയത്? കൽദയരാണ് കുറ്റപ്പെടുത്തിയത്. Who accused? The Chaldeans accused. അങ്ങ് മെസൊപ്പൊട്ടേമിയ കാലം മുതൽ കൽദയരെ പറ്റി പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. കൽദയർ എന്ന് പറയുന്നത് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവരും ഊമ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കുന്നവരുമാണ് കൽദയർ എന്ന് പറയുന്നത്. Chaldeans are who built all the
idols and also worship all the astral gods. അവർ വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. And they are accusing Jewish ആരെ people. യഹൂദ എന്ന് പറയുന്നത്? Who are the Jewish people? യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ. The name, meaning of Jews is the one who praises. The one who worships Lord. ദൈവത്തെ ആരാധിക്കുന്നവൻ. One who worships the Lord. ഒരു ദൂത് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറയാമേ. Let me give this message at the ആരാധിക്കുന്നവനെതിരെ ആര് കുറ്റം ചുമത്തിയാലും, ആര് പ്രതിസന്ധി കൊണ്ടുവന്നാലും, ആരെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും അന്തിമ വിജയം ആരാധിക്കുന്നവന്റെ കൂടെയാണ്. Whatever accusation comes against a worshipper, ultimately the victory belongs to the worshipper. പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. Nobody can defeat prayer warriors. അതുകൊണ്ട് Book of Jeremiah chapter 1 verses 19 ഇങ്ങനെ പറയുന്നു, അവർ നിന്നോട് യുദ്ധം ചെയ്യുമെങ്കിലും അവർ നിന്നെ ജയിക്കുകയില്ല താനും. കാര്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഒരു മഹാവീരനെ പോലെ നിന്റെ സ്തുതികളുടെ മീതെ അധിവസിക്കുന്നവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. Jeremiah 1:19 says that even if they come against you, contend against you, they will not prevail because the Lord of hosts is with you. അതിന്റെ അർത്ഥം നമുക്ക് യുദ്ധമില്ലെന്നല്ല, പോരാട്ടമില്ലെന്നല്ല, പക്ഷേ നിന്റെ സ്തുതികളുടെ മീതെ വസിക്കുന്നവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. This means that there is battle, there is struggle, but the God who resides on the praises of his people will come down അതുകൊണ്ടാണ് for ഒരു you. ഹതഭാഗ്യനായ ഭർത്താവിനോട് സ്വന്തം ഭാര്യ വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പൊന്നച്ചാച്ചന്റെ പരിപാടിയെല്ലാം കൊള്ളാം, നിയമമൊക്കെ കൊള്ളാം, കഴിമരമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, പക്ഷേ അവൻ സാക്ഷാൽ ഒരു യഹൂദ വംശജനാകുന്നുവെങ്കിൽ നീ അവന്റെ മുൻപിൽ വീഴാൻ തുടങ്ങി. That is why Haman's wife said that your everything hanging system, everything is good, but because he is a Jewish person, you will not survive. സേരസിന് മനസ്സിലായി, ആമേൻ സ്തോത്രം, ആമേൻ മൊർദെഖായിക്കെതിരെ എൻ്റെ അച്ചായൻ ഹാമാൻ ഒരുക്കുന്ന പദ്ധതികളെല്ലാം അവന്റെ സ്തുതിയുടെ മുൻപിൽ പൊളിയുമെന്ന്. അവന്റെ ആരാധനയുടെ മുൻപിൽ ആരാധിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ച് ആരാധിച്ചോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കപ്പെടുന്ന യാതൊരായുധങ്ങളും ഇന്ന് പകൽ no weapon shall prevail against you. നിനക്ക് വിരോധമായി ഉണ്ടാക്കപ്പെടുന്ന യാതൊരായുധങ്ങളും, If you worship this morning in power, no weapons that are shaped against you shall prosper. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന 3 ചെറുപ്പക്കാർക്കെതിരെ കൽദയർ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ആമേൻ സ്തോത്രം, അങ്ങ് ദീർഘായുസ്സോടിരിക്കട്ടെ, നമ്മൾ നിർത്തിയ സ്വർണ്ണബിംബത്തെ 3 പേര് നമസ്കരിക്കുന്നില്ലെന്ന്. And Chaldeans came and accused the Jewish people and told Nebuchadnezzar there are 3 young men who are not ready to worship the idol. രാജാവ് ഉടനെ 3 പേരെയും വിളിച്ചു. So king called all these 3 people. 14ാമത്തെ വാക്യം ഒന്ന് ഡിസ്പ്ലേയിലിട്ട് verses 14. Verse 14. രാജാവ് ചോദിക്കുകയാണ്, ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേര് തന്നെയാണോ? Nebuchadnezzar is asking, is it true that you don't worship the idol that I have raised up? എന്റെ പൊന്നുപാസ്റ്ററെ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം നെബൂഖദ്നേസറിനില്ല. There is no need to ask such a question by the king. കാര്യം ആ രാജ്യത്തിലെ നിയമം എന്ന് പറയുന്നത് 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇടണം. The order is the moment they are not worshipping, they should be put in the fiery furnace. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു ക്രോസ് എക്സാമിനേഷൻ ഇല്ല, ഇനി ഒരു വിചാരണയില്ല. ആമേൻ സ്തോത്രം, നേരിട്ട് അവരെ അന്നേരെ പിടിച്ച് തീയിലിടണം. Which means that there is no hearing, there is no court, nothing. The moment they disobey, they have to be burnt to death. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്തോ ഒരു ഫേവറിസം നെബൂഖദ്നേസറിന് ഈ 3 പിള്ളേരോട് തോന്നുകയാണ്. Looks like Nebuchadnezzar has some favoritism towards these 3 young men. ഞാൻ ഇങ്ങനെ പച്ച മലയാളത്തിൽ പറയാം, എന്തോ ഒരു മനുഷ്യത്വം തോന്നി. Looks like he had some humanity. ചോദിക്കുകയാണ്, നെബൂഖദ്നേസർ ചോദിക്കുകയാണ്, മക്കളെ verses 14 വന്നിട്ട്, is it true what I heard? Is it true? ഇത് സത്യമാണോ? ഇത് സത്യമാണോ? Is it true that എനിക്ക് സത്യം പറഞ്ഞ ചക്കോച്ചായ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്കാർക്കും ഇല്ലാത്തൊരു സ്വഭാവം നെബൂഖദ്നേസറിനുണ്ടായിരുന്നു. Nebuchadnezzar has some qualities which many of us don't have. ഒന്നുമില്ലാലും പുള്ളി കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചല്ലോ. At least he asked, is it true that what I am hearing? നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും 10 പേർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. Our problem is we receive and distribute to 10 people. ചിലർ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, നീ ആയോണ്ട് ഞാൻ അങ്ങ് പറയുവാടി, നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് 10ാമത്തെ ആളാ ഇങ്ങനെ പറയുന്നത്. Have you heard this? It is only because it is you and only to you I share, but this is the 10th person. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി 12 പേരെ വിളിച്ച് പറയാൻ. And after this another 12 people I have to call and tell. എന്റെ പൊന്നു ദൈവമക്കളെ, ഒന്നുമില്ലേലും ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ നെബൂഖദ്നേസറിന്റെ ഈ സ്വഭാവം ഞങ്ങൾക്ക് ഇച്ചിരി തരണേ. We should pray at least this habit of Nebuchadnezzar should be there in our life. ഇങ്ങോട്ട് കിട്ടുന്നത് ഷെയർ ചെയ്യാൻ നിൽക്കരുത്.
Don't keep sharing what you receive. ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് തുറന്ന് നേരിട്ട് ചോദിക്കുക. To maintain relationship, the best thing is to open up and ask the person directly. പറ്റി എന്തെങ്കിലും കേട്ട പാസ്റ്റർ വിൽസനോടല്ല ചോദിക്കേണ്ട, എന്നോട് നേരിട്ട് ചോദിക്കണം. If you hear anything about Pastor Abin, don't come and ask Pastor Wilson, go and ask Pastor Abin directly. നേരിട്ട് ചോദിച്ച bitterness എല്ലാം അവിടെ തീരും. If you ask directly, all the bitterness will be taken away. നമ്മൾ ചിലർക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവള് മനസ്സിൽ വെച്ചോണ്ട ഈ പ്രൈസ് ദി ലോർഡ് കൊടുക്കുന്നത്. When we shake hand, we remember all that and calculate. പിന്നെ നമ്മൾ മലയാളികൾക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാം മനസ്സിൽ വെച്ചോണ്ട് വാരിക്കോരി കൊടുക്കാൻ പ്രൈസ് ദി ലോർഡ് ഉണ്ട് നമുക്ക്. We have everything in our heart, but lot of praise the Lord to be given. നേരല്ലല്ലോ, ഇനി 20 മിനിറ്റേ ഉള്ളൂ, എവിടെ കൊണ്ടിട്ട് തീർക്കാൻ? ഓടിവായോ. Let's go fast. ഹല്ലേലൂയ. നെബൂഖദ്നേസർ ചോദിക്കുക, ഞാൻ കേട്ടത് നേരാണോ മക്കളെ? Nebuchadnezzar is asking, is it true what I have heard? ഇപ്പൊ സത്യം പറഞ്ഞ ഈ മനുഷ്യത്വം കാണിച്ച രാജാവിന്റെ മുൻപിൽ ഈസി ആയിട്ട് ഈ പിള്ളേർക്ക് രക്ഷപ്പെടാം. In front of this king who has some humanity, this young man could have escaped. രക്ഷപ്പെടാനുള്ള രണ്ട് വഴി ഞാൻ പറയാം കേട്ടോ. There are two ways to escape. എടുത്ത് പ്രയോഗിക്കണ്ട, നമ്മൾ പ്രയോഗിച്ചിട്ടിരിക്കുകയാണെന്ന് അറിയാം, എന്നാലും രണ്ട് വഴി ഞാൻ പറയാം. Don't try to use them because you already used it. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, The first thing is, ഈ കള്ളവാന്നും പറയണ്ട, സത്യവാന്നും പറയണ്ട. don't have to say that it is false or true. അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ടോ? Have you seen that? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ സത്യവും പറയത്തില്ല, കള്ളം പറയത്തില്ല, രണ്ടിന്റെ ഇടയ്ക്ക് എന്ന് വർത്താനം പറയും. If you ask them, is it true or false, they will neither say true or false, but they will go in the middle path. നമ്മൾ തന്നെ തലേ കവിച്ചുകൂടി ഇവനോട് ഞാൻ ചോദിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ചു. And we may wonder, why did I ask this person? സിമ്പിളി ഇങ്ങനെ പറഞ്ഞാൽ മതി. കള്ളവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവേ ഞങ്ങള് നമസ്കരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് തെറ്റിയത് ഒരു ഭോഷ്കായി. ഇനി നമസ്കരിച്ചില്ലെന്ന് പറഞ്ഞ രാജാവ് പിടിച്ച് തീയിലിടും. So either way we will be in trouble. If we say that we did not say that, then we will be victims in front of culprits in front of God. അതുകൊണ്ട് പാസ്റ്റർ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, നെബൂഖദ്നേസർ ഇറ്റ്സ് ഓൾ അലിഗേഷൻസ്, ഇത് മുഴുവൻ ആരോപണമാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. He could have said that this is all accusation, allegations against us. എന്റെ കൂടെ നിങ്ങളുണ്ടോ? Are you there with me? ഇത് മുഴുവൻ ആരോപണമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ രക്ഷപ്പെടാം. All these are just allegations. ഈ സത്യം പറഞ്ഞ പലരും രക്ഷപ്പെടുന്നത് ആരോപണമാണെന്ന് പറഞ്ഞ. Many of us escape by saying that this is only allegation. ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വഴിയുണ്ടല്ലോ, രണ്ടാമത്തെ വഴി. The second way, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. it's more simple. വളരെ സിമ്പിൾ ആണ്, Much simpler. ഇപ്പൊ ഒന്ന് മടങ്ങിയേക്കാം, പിന്നെ മാനസാന്തരപ്പെട്ടേക്കാം. I will bow now and then get repentant later. Bow now and repent later. Bow now and repent later. കാര്യം നമുക്കൊരു വല്ലാത്ത അഹങ്കാരമുണ്ട് പാസ്റ്ററെ, നമ്മളെ അറിയാവുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. We have this pride that there is a God who knows me, who is with me. മനസ്സലിവുള്ള ദീർഘക്ഷമയുള്ള മഹാകരുണയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. We believe in a God who has so much of steadfast love and mercy and grace. അതുകൊണ്ട് എരിയുന്ന തീച്ചൂള ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പൊന്നു കർത്താവേ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ചുമ്മാ ഒന്ന് വണങ്ങിയച്ച് പിന്നെ മാനസാന്തരപ്പെടാമെന്ന്. In front of this fiery furnace, I am just bowing, not believing, but then I will repent later. ചിലര് മാനസാന്തരപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുൻപാണ്. Some people get repented before the fasting prayer. ചിലര് മാനസാന്തരപ്പെടുന്നത് തിരുമേശയ്ക്ക് മുന്നിൽ വരുമ്പോഴാണ്. Some get repented before the Lord's table. വായി വരുന്ന എല്ലാം പറഞ്ഞേച്ച് പിന്നീട് മാനസാന്തരപ്പെടാനുള്ളതല്ല തിരുവചനം എന്ന് പറയുന്നത്. Word of God is not to be getting repented after saying everything that we want. മൂന്ന് പിള്ളേര് പറയണം, എന്റെ പൊന്നു രാജാവൻ നീ കേട്ടതാണ് സത്യം, ഇനി ഞങ്ങളുടെ ദൈവത്തിന് നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞാലും ഇല്ലേലും നീ നിർത്തിയ ഈ സ്വർണ്ണബിംബത്തിന്റെ മുൻപിൽ ഞങ്ങളുടെ ശിരസ് കുനിയത്തില്ലെന്ന്. They say what you heard is right. We are not going to bow down before this idol, even if we are thrown into the fiery furnace, whether God delivers or not. 19ാമത്തെ വാക്യം, അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു. And verse 19, Nebuchadnezzar was filled with fury. അയ്യോ, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. And his countenance changed towards this young man. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. He answered by giving orders to heat the furnace 7 times more than it was usually heated. ചൂട് പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ 7 മടങ്ങ് ചൂട് കൂട്ടാൻ പറഞ്ഞു. The fiery furnace was heated 7 times. നിങ്ങളെ പദം ഒന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ. Listen to those words carefully. ചൂട് പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് കൂട്ടാൻ പറഞ്ഞു. Usual fire, the flame, it has been increased to 7 times. പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ 7 മടങ്ങ് ചൂട്. Usually it is heated to certain level and now 7 times. അതിന്റെ അർത്ഥം ഇതൊരു പതിവ് ചൂളയാണ്.
So this is a fiery furnace that is increasing. Right? This is a usual furnace. This is a usual furnace. കാര്യം ഇന്നലെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു, It was there yesterday. ഇന്ന് ഇവിടെ ഉണ്ട്, Today it is here. നാളെ ഇവിടെ ഉണ്ടാവും. Tomorrow also it will ഈ be there. രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാത്തവരെ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ കൊണ്ടിടുന്ന ഒരു യൂഷ്വൽ ഫർണൈസ് ആണ് ഇത്. This is a usual regular furnace where all the disobedience are put in. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, But we need to listen to this. ആരാധിക്കുന്നവന്റെ കാര്യം വന്നപ്പോ പതിവ് തെറ്റിയെന്ന് But when it came to the worshippers situation, the change, കേട്ടില്ലെന്ന് തോന്നുന്നു. you didn't hear, I think. പ്രാർത്ഥിക്കുന്നവന്റെ കാര്യം വന്നപ്പോ പതിവ് തെറ്റി. When the prayer warriors came, the regular system changed. ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടും വേർപാടോടും അറിഞ്ഞ സാക്ഷ്യത്തിൽ തുടർന്നവന്റെ കാര്യം വന്നപ്പോ പതിവ് തെറ്റിയെന്ന്. When the saints came in front of them, the situation changed. ആരോ ഇന്ന് പകലും പറയുന്നില്ലേ, കർത്താവേ എന്റെ കാര്യം വന്നപ്പോ എല്ലാ പതിവും തെറ്റുവാണല്ലോ. We are saying, Lord, when it comes to my time, things are changing. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ, ഞാൻ ഒത്തിരി ദൈവത്തിന് വേണ്ടി നിന്നതാ, ഞാൻ ഒത്തിരി ഉപവസിച്ചതാ, ഞാൻ ഒത്തിരി ദൈവനാമത്തിന് വേണ്ടി കൊടുത്തതാ. പക്ഷേ എന്റെ കാര്യം വന്നപ്പോ, എന്റെ തലമുറയുടെ കാര്യം വന്നപ്പം എല്ലാ പതിവും തെറ്റി പതിവില്ലാതെ ചൂട് കൂടാൻ തുടങ്ങി. Lord, I've done everything for you, but look at this. When my turn came, the furnace is heated 7 times. ഇന്ന് പകലിൽ ഞാൻ ഒരു ദൂത് ദൈവസഭയോട് ഇങ്ങനെ കൈമാറാമേ. അവൻ പതിവില്ലാത്ത ചൂട് കൂടുന്നുണ്ടെങ്കിൽ അതിനകത്ത് പതിവില്ലാത്തൊരു മഹത്വം സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ടെന്ന്. In an unusual manner, if the furnace heat is increased, you are going to experience the unusual presence of God. When you face an unusual heat, you will see an unusual glory. Hallelujah. അസാധാരണമായ രീതിയിൽ തീച്ചുളയ്ക്ക് ചൂട് കൂട്ടുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇതുവരെ കാണാത്തൊരു മഹത്വം ഈ പതിവില്ലാത്ത പ്രതിസന്ധിയിൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. God that you have never seen, you are going to witness in this unusually heated furnace. ഞാൻ ഇങ്ങനെ പറയും വിൽസൺ പാസ്റ്റർ, when your heat increases, your glory also increases. ആ ചൂട് കൂടുന്നതിനനുസരിച്ച് മഹത്വം ഇന്ന് പകൽ കൂടുന്നുണ്ട്. എവിടോ ആരോ പറയുന്നുണ്ട്, പാസ്റ്റർ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുടെ ഘനം കൂടുന്നെങ്കിൽ, ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ക്രിസ്തുവിൽ നിന്റെ കഷ്ടങ്ങൾ പെരുകുന്നെങ്കിൽ ആശ്വാസം വർദ്ധിക്കും. When the troubles increase, the comfort also will increase. Hallelujah. Hallelujah. പതിവില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ പതിവില്ലാത്ത മഹത്വം ഉണ്ടാകും. Extraordinary crisis, we will experience extraordinary glory of God. അനുഭവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി വരാം. How many of us have experienced that glory of God? ഒരിടത്തൊരു മോൻ ഉണ്ടായിരുന്നു, ആ മോന്റെ പേര് ദൈവം എൻ്റെ സഹായം എന്നാ. There was a son whose name is God is my helper. ദൈവം എൻ്റെ സഹായം. God is my helper. പുള്ളിയുടെ പേര് ദൈവം എൻ്റെ സഹായം. His name is God is my helper. എന്നെ പേരെന്നറിയാമോ? ലാസർ എന്നാണ്. My name is Lazar. ലാസർ എന്ന പേരിന്റെ അർത്ഥമാണ് God is my helper, ദൈവം എൻ്റെ സഹായം. Lazar, the word means God is my helper. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ ദൈവം എൻ്റെ സഹായം. Its name means that God will help me. Gospel of John chapter 11 verses 5 നകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, 4 നകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യേശു കർത്താവിൻ്റെ അടുക്കലോട്ട് മാർത്തയും മറിയയും ബാല്യക്കാരെ വിട്ടിട്ട്, ആമേൻ സ്തോത്രം, ബാല്യക്കാരെ വിട്ടപ്പോൾ ബാല്യക്കാർ പറയുന്നൊരു വാക്കുണ്ട്. മോനെ വേഴ്സസ് 3 ആണെന്ന് തോന്നുന്നു, വേഴ്സസ് 3 യെസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായിട്ട് കിടക്കുന്നു. We read that the one whom you love is ill. Your beloved one is sick. നിനക്ക് പ്രിയപ്പെട്ടവൻ സുഖമില്ലാതെ കിടക്കുന്നു. Your loved one is sick. ഞാൻ ഇങ്ങനെ പറയും, നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായം എന്ന് പറയുന്നത് ഇവൻ യേശുവിന് പ്രിയപ്പെട്ടവനാണെന്ന്. It's the opinion of the entire village that he is a beloved of Jesus. ഇനി മാറത്ത് പറ്റിച്ചേർന്ന് കിടന്ന് ഹൃദയത്തിലെ മുഴുവൻ ചങ്കിടുപ്പ് പറഞ്ഞ് യേശു കർത്താവിന്റെ കൂടെ നടന്ന് അരിമശിഷ്യനായ യോഹന്നാൻ എഴുതി വെച്ചു. 5-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതി വെച്ചു, യേശു മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. And verse 5, John the apostle writes that Jesus loved Martha, Mary and Lazarus. ഞാൻ നടുക്ക് കിടക്കുന്ന 2 പേരങ്ങ് എടുത്തു മാറ്റിയിട്ട് ഇങ്ങനെ വായിക്കും, യേശു ലാസറിനെ സ്നേഹിച്ചു. I'm taking away those sisters' name and saying that Jesus loved Lazarus. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണേ, പേരിന്റെ അർത്ഥം ദൈവം എൻ്റെ സഹായം. നാട്ടുകാർ പറയുന്ന യേശുവിന് പ്രിയപ്പെട്ടവൻ, മാറത്ത് കിടന്ന് യോഹന്നാൻ പറയുന്നു യേശുവിനെ ഒത്തിരി സ്നേഹിച്ചു. Jesus' beloved disciple John says that Jesus loved Lazarus. എൻ്റെ പൊന്നു ബ്രദറെ, ഇങ്ങനെ എഴുതണമായിരുന്നു 6-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ യേശു ഉടനെ അവരോട് കൂടെ വീട്ടിൽ പോയെന്ന്. We should have read like this, that the moment Jesus heard that, he ran to the house of ഇത് Martha. കേട്ടാറ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അവന് സൗഖ്യം വന്നെന്ന് പറയണമായിരുന്നു. He should have said that you go ahead, he is already healed. പക്ഷേ എഴുതി വെച്ചേക്കോ, എന്നിട്ടും. But it is written yet. എൻ്റെ പൊന്നു സഹോദര, ഈ എന്നിട്ടുവാ നമുക്കൊക്കാത്ത. This is what we cannot bear yet.
ദൈവന്റെ സഹായം എന്ന് പേരുള്ളവന്റെ കാര്യം വന്നപ്പം, യേശുവിന് ഒത്തിരി പ്രിയപ്പെട്ടവന്റെ കാര്യം വന്നപ്പം, യേശു ഒത്തിരി സ്നേഹിച്ചവന്റെ കാര്യം വന്നപ്പോൾ എഴുതി വെച്ചേക്കുക, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തെന്ന്. Though his name means God helps, though Jesus loved him, he was beloved, yet Jesus stayed in the same place for a couple of days more. കാര്യം ഞാനത് പറയാൻ കാര്യം പുള്ളിയുടെ പതിവ് അതല്ല. But usually that is not the pattern. അല്ല, കർത്താവിന്റെ പതിവ് അതായിരുന്നില്ല ഇതുവരെ. Jesus' paradigm is not that. ശതാധിപന്റെ വീട്ടിൽ നിന്ന് ബാല്യക്കാരൻ വന്നിട്ട് പറഞ്ഞു, ശതാധിപന്റെ ബാല്യക്കാരന് സുഖമില്ലാതെ കിടക്കുന്നു, പെട്ടെന്ന് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. കർത്താവ് വീട്ടിലോട്ട് പോയി. When centurion came and the report came that his son is not well, Jesus immediately went to him. ജനല് വഴി ശതാധിപൻ നോക്കുമ്പോഴത്തേക്കിന് കർത്താവ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ബാല്യക്കാരനെ വീണ്ടും വിട്ടിട്ട് പറയും, അവന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരൻ ഇവിടെ സൗഖ്യം വരുമെന്ന്. Centurion says that Jesus, don't come to my tent and just command from there. ആമേൻ. കർത്താവ് എന്നെ ചെയ്തെന്നറിയുമോ? വീട്ടിൽ കയറിയില്ല, വഴിയിൽ നിന്നൊരു വാക്ക് പറഞ്ഞു, അവൻ അവിടെ സൗഖ്യം വന്നെന്ന്. And Jesus gave that no declaration of healing on the street, and the child was healed. നിങ്ങൾ കേട്ടോണേ, രാജഭൃത്യന്റെ വീട്ടിൽ നിന്ന് രാജഭൃത്യൻ ഓടി വന്നിട്ട് പറയുകയാണ്, എന്റെ മകൻ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, നീ ഒന്ന് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ പൊക്കോ, അവന് സൗഖ്യം വന്നെന്ന്. When the servant of the king came and said that my son is sick, Jesus said, you go, he is already ഈ healed. വാക്കും വിശ്വസിച്ചുകൊണ്ട് അവൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് അവിടുന്ന് ഒരു ബാല്യക്കാരൻ ഇറങ്ങി വന്നിട്ട് പറയും, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. And when he was returning home, the servant comes and says that your son is alive. പാസ്റ്റർ ഒരു വാക്ക് ശ്രദ്ധിച്ചോണേ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ മകൻ സൗഖ്യമായെന്നല്ല, യുവർ സൺ ഈസ് അലൈവ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. There we don't read that he is healed, but rather he is alive. അതിന്റെ അർത്ഥം രോഗം മൂർച്ഛിച്ച് കിടന്ന ഇവൻ ഇൻ ബിറ്റ്വീൻ എപ്പോഴോ ഇവൻ മരണപ്പെട്ടു. Looks like he had already died in പക്ഷെ midst of നമ്മുടെ that കർത്താവ് sickness. കണ്ടോ, വചനമയച്ച് മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. But Jesus sent the word and brought him to life. ഇവൻ ഈ സമയം ചോദിച്ചപ്പോഴത്തേക്കിന് ഈ രാജഭൃത്യൻ ഞെട്ടിപ്പോയി. യേശു കർത്താവ് അവിടെ ഇരുന്ന് പറഞ്ഞ അതേ നാഴികയിൽ ഇവൻ ഇവിടെ എഴുന്നേറ്റു. When he checked the time, it was the same time when Jesus declared that he will be healed. പക്ഷേ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണമേ, യായിറോസിന്റെ വീട്ടിൽ നിന്ന് യായിറോസ് വന്നിട്ട് പറയുവാണ്, കാലയിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുവാണ്, അവൾ ജീവിക്കേണ്ടതിന് നീ അവളുടെ തലയിൽ ഒന്ന് കൈവെക്കണം. When Jairus comes and tells that my child is sick, please come and lay your hand on the child. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയെന്ന്. We read that even though there were crowd around him, he got up and went to the house of Jairus. What is wrong with this pattern? നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ? Have we asked such questions to Jesus anytime? ഒരു പരിചയമില്ലാത്ത യായിറോസിന്റെ കാര്യത്തിൽ തിടുക്കപ്പെട്ട് വീട്ടിൽ പോയി. You went immediately to Jairus' house whom you never knew. രാജഭൃത്യന്റെ കൊച്ചിന് ഇവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് വചനം അയച്ച് സൗഖ്യമാക്കി. For the servant of the king you commanded from the place and you brought healing. ശതാധിപന്റെ ബാല്യക്കാരനെ വഴിയിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കി. Centurion's son or servant you healed from the way. പക്ഷെ സ്നേഹിച്ച ലാസറിന്റെ കാര്യം വന്നപ്പോ, ദൈവന്റെ സഹായം എന്ന് പേരുള്ള ലാസറിന്റെ കാര്യം വന്നപ്പോ കർത്താവ് പറയാ, ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞേ വരുന്നുള്ളൂ. But when it came to the Lazarus whom he loved, Jesus is saying, I will come a little later. രോഗം മൂർച്ഛിച്ചപ്പോഴെങ്കിലും ഒന്ന് വരാറുന്നല്ലോ. At least when the sickness was severe, he should have come. മരിച്ചപ്പോഴെങ്കിലും ഒരു കണ്ടോളൻസസ് പറയാൻ കയറി വരാറുന്നല്ലോ. At least when he died, you should have come to share condolences. പോട്ടെ, മൂന്ന് ദിവസത്തിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം അവരുടെ നിയമപ്രകാരമൊക്കെ ഒരു ചിന്തയുണ്ട്, ആത്മാവ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്, തിരിച്ചു കയറി വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന 3 ദിവസം അന്നേരം വന്നില്ല. And according to the Jewish thinking, the spirit hovers around the body for about 3 days. At least during that period Jesus should have come. മകളെ കർത്താവ് എപ്പോഴാ വന്നെന്നറിയാമോ? ഒരു സാധ്യതയില്ലാത്ത 4ാമത്തെ ദിവസം. And Jesus came the 4th day when there is no possibility. എന്റെ പൊന്നു ദൈവമക്കളെ, എല്ലാ പതിവും തെറ്റിച്ചോണ്ടാ കർത്താവ് വന്നേ. Jesus comes breaking all the pattern. പക്ഷെ ലാസറെ, ഒരു ദൂത് എനിക്ക് പറയാനുണ്ടടാ. But there is a message to Lazarus എല്ലാ this പതിവ് morning. തെറ്റിച്ച് ഞാൻ വന്നാലും ഒരു പതിവില്ലാത്ത മഹത്വം നിന്റെ കൂടാരത്തിൽ എനിക്ക് വെളിപ്പെടുത്താനുണ്ട്. When I come breaking the traditions and pattern, I will break the traditional pattern of healing in your life. മക്കളെ, ഈ മാർത്ത വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, കല്ല് നീക്കാൻ പറഞ്ഞപ്പോഴേ, മക്കളെ ആ വാക്ക് ഇടാൻ പറ്റുമെങ്കിൽ പെട്ടെന്നിട്ടോ. ആമേൻ. കല്ല് നീക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന് മാർത്ത പറയോ, കർത്താവേ നീക്കല്ലേ, നാറ്റം വരുമെന്ന്. When Martha was asked to roll the stone, she said, don't roll the stone. If you roll the stone, it is stinking. എന്റെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ പറയും, സണ്ണിച്ചായ, കർത്താവ് മനസ്സിൽ പറഞ്ഞാണ്, മക്കളെ നീ കല്ല് നീക്കടി, ഞാൻ മഹത്വം വരുത്താമെന്ന്.
Jesus would have said, daughter, you just roll the stone, I will reveal the glory. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. 4 നാളായാലും നാറ്റം വമിച്ചാലും പതിവ് തെറ്റിയാലും നീ അടച്ചു വെച്ച ചില കല്ലുകളെ ഉരുട്ടി മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ, മാതാവേ പിതാവേ, നാറ്റമല്ല പുറത്തു വരാൻ പോകുന്നത്, മഹത്വത്തെ പുറത്തു വരുവാൻ കഴിവുള്ള ഒരുവൻ നിന്റെ കൂടാരത്തിലുണ്ട്. If it is 4 days old or beyond pattern, beyond expectation, if Jesus is coming, he can bring in that glory in your life. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് 40ാമത്തെ വാക്യം. The verse 40 makes me to think quite അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, യേശു അവളോട് വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, അവർ കല്ല് നീക്കി. മോനെ 41ാമത്തെ വാക്യം, അവർ കല്ല് നീക്കി യേശു മേലോട്ട് നോക്കി, പിതാവേ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. And we know that they rolled the stone. Jesus prayed to the Father in heaven. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, please notice this. ഈ കല്ല് നീക്കിയെന്ന് പറഞ്ഞിട്ട് സെക്കൻഡുകൾ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അവിടെ എല്ലാരും മൂക്കു പൊത്തി എന്നൊരു വാക്യം അവിടെ എഴുതിയിട്ടില്ല. There is nothing written about the stinking or the people closing their nose. പിടിയിട്ടില്ല ഞാൻ പറഞ്ഞേ. മാർത്ത പറഞ്ഞു കല്ല് നീക്കിയ നാറ്റം വരുമെന്ന്. Martha said, if you roll the stone it will sting. പക്ഷേ ഒരു ദൂതി ഞാൻ പറയാം, അവൻ വന്നു നിന്നപ്പോഴേ മഹത്വം കല്ലറയ്ക്കകത്ത് വെളിപ്പെട്ടു തുടങ്ങിയെന്ന്. The moment Jesus came there, the glory reached that grave. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഒരു ദൂത് ദൈവസഭയോട് കൈമാറുന്നു. എല്ലാ പതിവും തെറ്റിച്ചോണ്ട് മഹത്വത്തെ വരുത്താൻ കഴിവുള്ള ഒരുവൻ നിന്റെ കല്ലറവാതിക്കൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാരമടിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുത്തു. If you believe Jesus who is at your tomb, who is ready to do miracle and reveal that glory is there in your life. എന്റെ ചോദ്യം, എന്തിനാ കർത്താവേ എല്ലാ പതിവും തെറ്റിച്ച്? Why did you break all the traditional patterns? ലാസറിനോട് കർത്താവിന് പറയുന്ന ഒരു ദൂതുണ്ട്. Jesus is saying this message in the Gospel of John chapter 11 verses 1 അതിനകത്ത് എഴുതിയിരിക്കുന്നു, മാർത്തയുടെയും മറിയയുടെയും പട്ടണമായ ഗ്രാമമായ ബഥാന്യയിലെ ലാസർ. We read about Lazarus of Bethany. ഇങ്ങനെ എഴുതിയിരിക്കുന്ന മാർത്തയുടെയും മറിയയുടെയും പട്ടണമായ ബഥാന്യ. It's written as Bethany, the city of Mary and Martha. 12ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം വന്നിട്ട് 12 verses 1 12ന്റെ 1 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത പട്ടണമായ ബഥാന്യ. We read that to the town of Martha and Mary rather the home of Lazarus whom he had raised from the dead. അച്ഛാ എന്നെ പിടികിട്ടിയെന്നറിയാമോ? What do we understand? 11ാമത്തെ അധ്യായത്തിൽ പട്ടണം മുഴുവൻ അറിയപ്പെട്ടത് ചേച്ചിമാരുടെ പേരിലായിരുന്നു. Chapter 11 is known as a home of the sisters. പക്ഷേ 12ാം അധ്യായം എഴുതാൻ വേണ്ടി യോഹന്നാൻ പേന എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് തട്ടിയച്ച് പറഞ്ഞു, ഇനി ചേച്ചിമാരുടെ പേരിൽ എഴുതണ്ട, എല്ലാ പതിവും തെറ്റി നാറ്റം വമിച്ച് കല്ലറയ്ക്കകത്ത് കിടന്ന ഒരു ലാസറുണ്ട്, അവന്റെ പേരിലോട്ട് പട്ടണത്തിന്റെ ചരിത്രം എഴുതി വെക്കാൻ. And the history changed with the risen Lazarus, and it is through his name that the city was. ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ ഒരു ദൂത് ഇങ്ങനെ കൈമാറുന്നു, എല്ലാ പതിവും തെറ്റുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെ മാറ്റുന്ന, നിന്റെ നാടിന്റെ ചരിത്രത്തെ മാറ്റുന്ന, നിന്റെ വീടിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു മഹത്വം എന്റെ ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട്. God is able and is willing to bring his glory into your life where the regular patterns are broken. ഞാൻ ഇങ്ങനെ പറയുന്നു, when you face an unusual heat you will see an unusual glory. അസാധാരണമായ ചൂട് അനുഭവിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. സമയങ്ങൾ ഇവിടെ തീരുകയാണ്, വേഗത്തിൽ ഞാൻ അതിനെ കട്ട് ഷോർട്ട് ചെയ്യുന്നു. ആമേൻ. ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 3 വേഴ്സസ് 27 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, പ്രധാന ദേശാധിപതിമാരും സ്ഥാനപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നു കൂടിയിട്ട് പറയുന്നു, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിച്ചിട്ടില്ലെന്ന്. We read that the satraps, the prefects and the governors and the king's counselors gathered together and saw that the fire had not had any power over the bodies of those men. വിൽസൺ പാസ്റ്ററെ, പതിവ് തീ പിടിക്കണം. Usually they should be burnt. കേട്ടില്ല? You didn't hear? ഒരു നോർമൽ തീ വന്ന് ദേഹത്ത് വീണ പതിവ് തീ പിടിക്കണം. Naturally when fire falls on a body will burn. പക്ഷേ നെബൂഖദ്നേസർ, നീ ഉണ്ടാക്കിയ 7 മടങ്ങ് തീക്കകത്ത് ഞങ്ങൾ വീണ, സ്തുതിക്കുന്നവൻ വീണ പതിവ് തെറ്റും, ഞങ്ങളുടെ ശരീരത്ത് തീ പിടിക്കത്തില്ലെന്ന്. When a worshipper, the one who praises God, falls into that fiery furnace that is heated 7 times, it will not burn us. അടുത്തൊരു വാക്ക് കേട്ടോണേ, അവരുടെ തലമുടി കരിഞ്ഞില്ലെന്ന്. And we read that their
hair on the head was not burnt. തലമുടി കരിഞ്ഞില്ലെന്ന്. The hair did not burn. അച്ഛാ, മഹാബലവാന്മാരെ കരിച്ചു കളഞ്ഞ തീ അവൻ ഈ ബാലന്മാരുടെ ശരീരത്തേറ്റിട്ട് തലമുടി കരിഞ്ഞില്ലെന്ന്. When mighty men were burned to death, this fire did not even burn the hair of this അടുത്ത വാക്ക് worshippers. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Not even the smell of the fire came from them. തിരിയുടെ മണം പോലും ഉണ്ടായി. There was not even the smell of fire from there. പക്ഷേ ഒരു വേർഷനകത്ത് NLT-ലാണെന്ന് തോന്നുന്നു, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിലാണെന്ന് തോന്നുന്നു, ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. They did not have even the smell of smoke. പുകയുടെ മണം പോലും അവർ മേലില്ലായിരുന്നത്. എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ ചാക്കോച്ചായ, തീ നാണം കെട്ട് കാണും. The fire would be ashamed now. നിന്റെ പ്രതിസന്ധി നാണം കെടും കേട്ടോ. Your adversaries will be ashamed. പിശാച് ഒരുക്കുന്ന പ്രതിസന്ധികൾ നാണം കെടുന്ന രീതിയിൽ Crisis will be ashamed. സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന് പറഞ്ഞ God is able to bring you out of that. ഞാൻ ഒരു ദൂത് ഇങ്ങനെ പറയാവേ. Let me give this message. പക്ഷേ ഒന്നുമില്ലെങ്കിലും തീയുടെ മണവേലും കാണണ്ടേ? If nothing is there, at least the smell of the fire should be there. But when you come out, നീ പുറത്ത് വരുമ്പോൾ തീയുടെ മണം പോലും കാണത്തില്ല. When you come out, not even the smell of fire should be there. ഞാൻ ഒരു ദൂത് ദൈവസഭയോട് ഇങ്ങനെ കൈമാറാമേ. This is the message this morning. നെബൂഖദ്നേസരെ, നീ ഉണ്ടാക്കിയ പതിവില്ലാത്ത തീക്കകത്തുനിന്ന് ഞങ്ങൾ പുറത്ത് വരുമ്പം ആ തീയുടെ മണം പോലും ഞങ്ങളുടെ ശരീരത്തിൽ കാണത്തില്ല. When you have an unusually heated furnace, when we are thrown in that, we will come out even without the smell of fire. ചിലര് പറയാറില്ലേ പാസ്റ്ററേ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച് ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വന്നു. Some people say that we prayed a lot and we came out of the crisis. പക്ഷെ ഇപ്പോഴും ഞങ്ങളെ എന്തൊക്കെയോ പിന്തുടരുന്നത് പോലെ. But even now looks like something is following us. സണ്ണിജെ വിടുതൽ കിട്ടി, but something is haunting us. Yeah, though we are delivered, there is something that is coming following us. പ്രാർത്ഥിച്ചു പുറത്തു വന്ന് പാസ്റ്ററേ, ചിലർ പറയുന്നൊരു വല്ലാത്ത വേർഡുണ്ട് പാസ്റ്ററേ, she is still in a mental trauma എന്ന്. ചിലർ ഇന്നും പ്രതികൂലത്തിലായിരിക്കുന്നു എന്ന് വായിക്കുന്നു, കേൾക്കുന്നു. ഞങ്ങൾ ഇന്നും ഒരു മെന്റൽ ട്രോമയ്ക്കകത്താണ്. Some people say that we are continuing that trauma. പക്ഷേ ഞാൻ ഒരു ദൂത് ഇങ്ങനെ കൈമാറാമ. Thank you, Lord. Your mind will never carry any traumas. Hallelujah. This morning let's declare that I will not carry the traumas. നിന്റെ മനസ്സ് bitterness ചുമക്കാനുള്ളതല്ല. Your heart is not to carry the bitterness. ഞാൻ ഇങ്ങനെ പറയും ചാക്കോച്ചായ, പിശാച് കൊണ്ടിട്ട പ്രതിസന്ധിയുടെ ആഫ്റ്റർ എഫക്റ്റും ഡെപ്പോസിറ്റും ചുമക്കാനുള്ളതല്ല നിന്റെ ശരീരം. Rather this will carry the glory of God. Hallelujah. Shall we declare that my body will carry the glory of God and not the trauma and the irritations in our life? മക്കളെ, ഇത് മഹത്വം ചുമക്കുവന്ന Our body is to reveal the glory of God. നെബൂഖദ്നേസരേ, ഞങ്ങളുടെ ശരീരത്ത് തീ പിടിക്കുകയില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ തലമുടി കരിയുകയില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ശരീരത്തിനകത്ത് തീയുടെ മണം പോലും തട്ടാതെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇരു കരകളും ചേർത്തടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുക. Declare that in this fiery furnace I will not be burned. My hair won't be burned. We will not even carry the smell of fire. തീയുടെ മണം പോലും തട്ടാതെ. Not even the smell of fire. Hallelujah. Hallelujah. ഈ പതിവില്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു വരിക മാത്രമല്ല, ഒരു മണം പോലും തട്ടാതെ കർത്താവ് നമ്മളെ പുറത്തു. Not only that you will come out unburned without being burned, but that you will not even carry the smell of fire. ഇനി ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഒറ്റ ദൂതൂടെ പറഞ്ഞ് നമുക്ക് അങ്ങ് പ്രാർത്ഥിക്കാവേ. There's so much to share, but I am just sharing this one message and closing. ഞാൻ കർത്താവിനോട് ഒത്തിരി ചോദിച്ചു, കർത്താവ് എന്തിനാ കർത്താവ് ഈ പതിവില്ലാത്ത ചൂട്? Why this unusual heat? I have asked God many times. മക്കളെ, 24-ാമത്തെ വാക്യം വന്നിട്ട് verses 24. Verse 24. Verses 24. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട് ചോദിച്ചു, നമ്മൾ 3 പേരെ എല്ലായിടം തീയിലിട്ടത്. അവർ പറഞ്ഞു, സത്യ രാജാവേ 3 പേരെ ഇട്ട്. 25-ാമത്തെ വാക്യം. പക്ഷെ നെബൂഖദ്നേസർ പറയാ, അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത്. Didn't we put 3 people into that fiery furnace? Yes, but now I see 4 people unbound and walking in midst of fire. കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ച, കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത്. Those are unbound and walking in the fire. വായിച്ചില്ല, കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത്. Can we read that? അയ്യോ അല്ലച്ചാ, അതിന്റെ ഇടയ്ക്കൊരു പദം ഉണ്ടല്ലോ, ഞാൻ കാണുന്നു. We read I see. മന്ത്രി കണ്ടെന്നല്ല,
Not that the ministers saw, പ്രധാനമന്ത്രി കണ്ടെന്നല്ല, not that prime minister saw, സ്ഥാനാപതിമാര് കണ്ടെന്നല്ല, not the governors saw. ഒരുത്തൻ ചോദിച്ചില്ലേ, One asked, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ദേവൻ വല്ലോ നിങ്ങൾക്കുണ്ടോ one എന്ന്. asked, is there a God who can deliver you from my hand? അവൻ പറയുവോ ഞാൻ ഒരുത്തനെ കാണുന്നു. And he says, I see one. അതിന്റെ അർത്ഥമേ എന്തിനാ കുഞ്ഞെ ഈ പതിവില്ലാത്ത പ്രതിസന്ധി എന്നറിയാമോ? നിന്നെ പകച്ചവൻ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയുടെ അടയാളത്തെ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തി മാനിക്കാൻ കഴിവുള്ള ഒരുത്തൻ. Why this unusual fire is to reveal the glory of God in your life and to honor you in midst of the adversaries. നിനക്കൊരു ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചവൻ കാണും നിനക്കൊരു ദൈവം ഉണ്ടെന്ന്. Whoever asks, do you have a God? They will see that you have a God. 2 മിനിറ്റ് ഒറ്റ ദൂതൂടെ പറയാവേ. ഈ പിള്ളാര് തീക്കാത്തോട്ട് വീണപ്പോഴത്തേക്കിന് സ്വർഗത്തിൽ ഒരു വല്ലാത്ത ചർച്ച നടന്നു കാണും കേട്ടോ. When these young men were put into the fire, there would have been a discussion in heaven. എന്റെ ചിന്തയാണ്, It's my imagination. ഗബ്രിയേൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ പോവാന്ന്. Gabriel would have said, I will go. മിഖായേൽ പറഞ്ഞു നിന്റെ പൊന്നച്ചാൻ അവിടെ ഇരിക്കും ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. Michael would have said, you sit, I will go. അപ്പൊ ഗബ്രിയേലിനോട് മിഖായേലിനോട് മറ്റു ദൂതന്മാര് പറഞ്ഞു അച്ചായ ഈ കാര്യത്തിന് നിങ്ങൾ പോകുന്നതിന് ഞങ്ങൾ ആരെയും പൊക്കോളാന്ന് പറഞ്ഞു. And other angels would have said, both of you sit here, some of us can go. തമ്പുരാൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ ആരും പോകണ്ട ഞാൻ പൊക്കോളാന്ന്. And God Almighty would have said, none of you are going, I കാര്യം am going. ഒരുത്തൻ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്നെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. There is somebody on the throne challenging me. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ ഇങ്ങനെ കൈമാറാൻ കേട്ടോ. This morning, this is a message. നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്കൊരു ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ഗബ്രിയേൽ അല്ല ഇറങ്ങാൻ പോകുന്നത്, മിഖായേൽ അല്ല, ദൂതന്മാരുടെ ആരാധ്യ പുരുഷൻ, ദൂതന്മാർ ആരാധിക്കുന്നവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. In midst of your crisis, it is not just the angels, but God of the angels who would come down. Shall for we you. all stand in the presence of God? Shall we all stand in the presence ഇന്ന് of പകൽ പറ മക്കളെ എനിക്കൊരു ദൈവമുണ്ട്. How many of us say, I have a God? Come on, എനിക്കൊരു ദൈവമുണ്ട്. I have a God. ആ കരം ഉയർത്തി പിടിച്ചിട്ട് പറ എനിക്കൊരു ദൈവമുണ്ട്. Raise your hands and say, I have a പ്രതിസന്ധികളുടെ God. നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ കരങ്ങളെ ചേർത്തടിച്ച് അന്തരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് ആരാധന. ശക്തിയോടെ എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമാനവധി വന്നിടിലും നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. നാഥൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, നടത്തിയിടും യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, Thank you, Jesus. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്. എലിയാവിന്റെ ദൈവം നിന്റെ കൂടുണ്ട്. കർമ്മേലിന്റെ മലയുടെ മുകളിൽ ബാലിന്റെ പ്രവാചകന്മാർക്ക് മുൻപേ, അശേരയുടെ പ്രവാചകന്മാർക്ക് മുൻപേ പ്രാർത്ഥിച്ച ഏലിയാവേ, നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ നിനക്ക് വേണ്ടി തീ കൊണ്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു
മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു. ഇരു കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ തേനിലും തേനിലും മധുരമാം തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം രുചിച്ചു നോക്കി ഞാൻ അവസാനമായി രുചിച്ചു നോക്കി എല്ലാ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പതിവില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിൽ പതിവില്ലാത്ത മഹത്വവും കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന കൃപകൾക്ക് സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട് ദൈവസഭയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ അടിച്ച് രാജാതി രാജാവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ